ശരിക്കും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ 2-3 ബ്രാഞ്ചുകൾ മാനേജ് ചെയ്യുന്ന എഫേർട്ട് പോലും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് 100-500 ബ്രാഞ്ചുകൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണെന്ന് അറിയണ്ടേ? പറയാം. അതിന് മുമ്പായിട്ട് എപ്പോഴാണ് ഒരു ബിസിനസ് പുതിയൊരു ബ്രാഞ്ചിലേക്ക് പ്ലാൻ ചെയ്യണത്? അവരുടെ ആദ്യത്തെ ബിസിനസ്സിനകത്ത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം പല തവണ ട്രയൽ ആൻഡ് എറർ എന്നുള്ള രീതിയിൽ അവർ മെനഞ്ഞെടുത്ത ഒരു സിസ്റ്റം അവിടെ ഉണ്ടാവും. അതിൻ്റെ മുക്കുമൂലയിലും എന്തൊക്കെ സംഭവിക്കണം, ആ ബിസിനസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതിനകത്ത് നിന്ന് എങ്ങനെ പെർഫോമൻസും റിസൾട്ടും സെയിൽസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു ധാരണ അതിനകത്ത് ഉണ്ടാവും. ഈ സിസ്റ്റം വന്നതിന് ശേഷം പുതിയൊരു ലൊക്കാലിറ്റിയിലേക്ക് പുതിയൊരു കസ്റ്റമർ നെറ്റ്വർക്കിലേക്ക് മാറാൻ ചിന്തിക്കുമ്പോഴാണല്ലോ പുതിയൊരു ബ്രാഞ്ച് വരുന്നത്. ചില ബിസിനസ് മോഡലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഒരുപാട് ബ്രാഞ്ചുകൾ വളരെ എളുപ്പത്തിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ സെറ്റപ്പ് ചെയ്ത് ഓരോ ബ്രാഞ്ചിനകത്തുനിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം റിസൾട്ട് ഉണ്ടല്ലോ, ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ അത് പിക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി വരുന്ന സമയം കുറച്ചധികം മാസങ്ങളോ കുറച്ച് വർഷങ്ങളെങ്കിലും കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്ന പല ബിസിനസ്സുകളുടെയും നേരിടുന്ന ഒരു പ്രയാസം. പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ ഒരു പ്രയാസം നേരിടാനുള്ള കാരണം ആ സിസ്റ്റം ഒരു ഹ്യൂമൻ ഡ്രിവൺ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് അത് പറിച്ചു നടുമ്പോൾ അവിടെ വരുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില എലമെൻറ്റുകൾ ഉണ്ട്. അതായത് പുതിയ എംപ്ലോയീസ് വരിക, പുതിയ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമർ വാക്കിങ്സുകൾ, അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന സൗകര്യങ്ങൾ, ഇങ്ങനെ കുറേ എക്സ്റ്റേണൽ ആയിട്ടുള്ള എലമെൻറ്റുകൾ ഈ സിസ്റ്റേറ്റും സിങ്ക് ചെയ്ത് പോകാൻ എടുക്കുന്ന സമയമാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഡിലേ വരുത്തുന്നത്. ഇത് ഒഴിവാക്കാനൊരു വഴിയുണ്ട്. ശരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ആ ഹ്യൂമൻ ഡ്രിവൺ സിസ്റ്റത്തെ ഒരു ടെക്നോളജി ഡ്രിവൺ സിസ്റ്റം ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മൈക്രോ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ നേരിട്ട് ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ പലപ്പോഴും അബദ്ധങ്ങളും എറേഴ്സും മിസ്റ്റേക്കുകളും ഡിലേകളൊക്കെ വരുത്തുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ടെക്നോളജി ഉപയോഗിച്ച് ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ആ തരത്തിലൊരു പ്രോസസ്സ് നമ്മൾ ബിൽഡ് ചെയ്തിട്ട്, അതായത് ടെക്നോളജിയുടെ ബാക്കെൻഡോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ബിസിനസ്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ എലമെൻറ്റുകളൊക്കെ സിങ്ക് ചെയ്യിപ്പിക്കാനൊക്കെയുള്ള അവിടെ വരുന്ന പ്രയാസങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട് 100% വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എങ്ങനെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ ടെക്നോളജി യൂസ് ചെയ്യാനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ സാധാരണ ഇതുപോലെ ഈ ബിസിനസ്സുകൾക്ക് വേണ്ടി വളരെ ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരുപാട് സ്റ്റാഫുകൾ ഒരുപാട് ജോലികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഈസി ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ബിസിനസ് മോഡലുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. സീ യു നെക്സ്റ്റ് ടൈം.